ഇത് ഒരു അത്ഭുത ഔഷധമാണ്. ഇത് അരണ്ട പരണ്ട ചങ്ങലം പരണ്ട എന്ന് പറയും. ഇതാണ് ഔഷധം. കാരണം നമ്മൾ പൈൽസ്, ഇതിൻ്റെ ഇലകൾ നമ്മൾ ചമ്മന്തിയായിട്ട് ഉപയോഗിക്കാം. ഇത് തളിരുകൾ നമുക്ക് സാമ്പാർ പോലെ നമുക്ക് തോരൻ വെച്ച് സാമ്പാർ വെക്കാം, തോരൻ വെച്ച് കൂട്ടാം. അങ്ങനെ അതുപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ നട്ടല് വേദന, അസ്ഥി ഒടിയുന്നതിന്, ഞരമ്പുകൾ ചുരുങ്ങുന്നതിന്, ആമവാദത്തിനുണ്ടാക്കുന്ന തൈലം വളരെ ഔഷധമാണ്. ഇത് അരച്ച് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നീരുവീക്കത്തിന്, എല്ലൊടിയുന്നതിന്, എല്ലാത്തിനും വളരെ ഉത്തമമാണ്. നമ്മുടെ നട്ടെല്ലിൻ്റെ അതേ ആകൃതിയിലാണ് അതിൻ്റെ ഓരോ ശകലങ്ങൾ. പ്രത്യേകിച്ച് ഇത് നട്ടെല്ല് വേദനയ്ക്ക് അതിഉത്തമമാകുന്ന ഒരു ഔഷധമാണ്. ഇതിൻ്റെ പല രീതിയിലും നമ്മൾ ഔഷധങ്ങൾ തയ്യാർ ചെയ്തെടുക്കാവുന്നതാണ്. തൈലത്തിന് ചങ്ങലം പരണ്ട എന്ന് പറയുന്നത്. ഇത് പരണ്ട എന്ന് പറയുന്നതിന് കണ്ടോ, കൈയുടെ ആകൃതിയിലുള്ള ഇലയാണ് അതിനുള്ളത്. അതേപോലെ തന്നെ ഇത് ചങ്ങലം പരണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ, അരണ്ട പരണ്ട ചങ്ങലം പരണ്ട എന്ന് പറയുന്നതിൽ നമുക്ക് വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ്.